Hi, I am Rojis, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2024 NEET examination base ചെയ്തിട്ട് കേരളത്തിലെ അലൈഡ് കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഒക്ടോബർ 23 2 o'clock വരെയാണ് ലാസ്റ്റ് ടൈം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ളത്. നമുക്കറിയാം അലൈഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ MBBSും BDSും കഴിഞ്ഞതിന് ശേഷം വരുന്ന ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, ബയോടെക്നോളജി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ആൻഡ് പൊല്യൂഷൻ ആൻഡ് എൻവറോൺമെൻറ്റൽ സയൻസ്, ഇത്രയും കോഴ്സുകളിലേക്ക് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ തേർഡ് റൗണ്ടാണ് ഇപ്പോൾ ഈ ഒക്ടോബർ 23 2 മണിക്ക് വരെ, ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമാണ് ചോയ്സ് ഫില്ല് ചെയ്യാൻ അവസരമുള്ളത്. ആരൊക്കെയാണ് ഈ തേർഡ് റൗണ്ടിൽ പങ്കെടുക്കേണ്ടത്? നമുക്ക് അലൈഡ് കോഴ്സിലൂടെ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഏതെങ്കിലും ഒരു കോഴ്സിൽ അഡ്മിഷൻ ലഭിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനേക്കാൾ നല്ലൊരു ക്യാമ്പസിലേക്കോ കോഴ്സിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ജോയിൻ ചെയ്തു, അതിനേക്കാൾ നല്ലത് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത ഒരു കാരണവശാലും തേർഡ് റൗണ്ടിൽ പങ്കെടുക്കരുത്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസിൽ, എനിക്കിപ്പോൾ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന ക്യാമ്പസിൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഒരു കാരണവശാലും തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാൻ പാടില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്നതിനേക്കാൾ മികച്ച ഒരു ക്യാമ്പസോ കോഴ്സോ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്കറിയാം തേർഡ് റൗണ്ടിൽ പുതിയതായിട്ട് ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും സബ്മിറ്റ് ചെയ്തിരുന്ന ഓപ്ഷൻസിൽ ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ലഭിക്കാതെ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും മാത്രമാണ് ഈ തേർഡ് റൗണ്ടിൽ അവസരമുള്ളത്. അതിനോടൊപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ക്യാമ്പസും ഈ തേർഡ് റൗണ്ടിൽ വന്നിട്ടുണ്ട്, അത് ആഡ് ചെയ്യാനും അവസരമുണ്ട്. അപ്പോൾ ഇപ്പം ലഭിച്ചതിനേക്കാൾ മികച്ചത് നാം ഡിലീറ്റ് ചെയ്തോ റീഅറേഞ്ച് ചെയ്തിട്ടോ ഒരു മികച്ച ക്യാമ്പസിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ തേർഡ് റൗണ്ടിൽ പങ്കെടുക്കുക. ഇനി ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും നാം പങ്കെടുത്തു, ഒരു അലോട്ട്മെൻറ്റിലും ക്യാമ്പസുകളൊന്നും ലഭിച്ചിട്ടില്ലാത്തവർക്കും ഈ തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ഇതുവരെ ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും രജിസ്ട്രേഷനേ ചെയ്തിട്ടില്ല, പങ്കെടുക്കാതിരുന്നവർക്ക് ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. പകരം ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും നമ്മൾ ഫീസ് അടച്ച് രജിസ്ട്രേഷൻ ചെയ്ത് ഓപ്ഷൻസ് ഫില്ല് ചെയ്തു, പക്ഷേ എനിക്ക് 2 റൗണ്ടിലും ഒരു ക്യാമ്പസും അനുവദിച്ച് കിട്ടിയിട്ടില്ലാത്തവർക്കും തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം. അപ്പോൾ ഇങ്ങനെ പുതിയതായിട്ടൊരു ഹയർ ഓപ്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇതുവരെ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഒരു ക്യാമ്പസ് ലഭിക്കാതിരുന്നവരും ആണ് ഈ തേർഡ് റൗണ്ടിൽ പങ്കെടുക്കേണ്ടത്. അങ്ങനെ തേർഡ് റൗണ്ടിൽ നമുക്കറിയാം നമ്മുടെ പ്രൊഫൈൽ പേജിലൂടെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ നാം എൻ്റർ ആയതിനു ശേഷം നമ്മുടെ പ്രൊഫൈൽ പേജിൽ നാം നേരത്തെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമ്പസുകളിൽ കോഴ്സുകളിൽ റീ അറേഞ്ച് ചെയ്യാനുള്ളത് ചെയ്ത് സേവ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ആ തേർഡ് റൗണ്ടിൻ്റെ കൺഫർമേഷൻ എന്ന പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവും. എല്ലാവരും സേവ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഇതിനുള്ള ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ 23 ആണ്. ഇങ്ങനെ 23 വരെ ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് 24 പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും. ആ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ, അതൊരു ട്രയൽ അലോട്ട്മെൻ്റ് ആണ്, എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ 24 അത് പ്രൊവിഷണൽ അലോട്ട്മെൻ്റ് ആണ്. അങ്ങനെ 24 പ്രൊവിഷണൽ അലോട്ട്മെൻറ്റിന് ശേഷം 25 ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യും, ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. അങ്ങനെ 25 നമുക്കൊരു ക്യാമ്പസ് ലഭിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ ഒരു ക്യാമ്പസിൽ ലഭിക്കാത്തവരാണെങ്കിൽ ആ തേർഡ് റൗണ്ടിൽ ലഭിക്കുന്ന ആ കോഴ്സിൻ്റെ മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കണം, ഡേറ്റ കാർഡ് പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഇത് രണ്ടുമായി കോഴ്സിൻ്റെ ഫീസ് എൻട്രൻസ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ കോളേജിലോ അടയ്ക്കാനുള്ള ഫീസുമായി നാം കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് 26 മുതൽ 28 വരെയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് നിർബന്ധമായും നമുക്ക് ലഭിച്ചിരിക്കുന്ന മെമ്മോ കാർഡും ഡേറ്റ കാർഡും ഫീസും അടച്ച് കോളേജുകളിൽ ജോയിൻ ചെയ്യണം. ഇനി ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഒരു ക്യാമ്പസ് ലഭിച്ച് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഈ തേർഡ് റൗണ്ടിൽ ഒരു ചേഞ്ച് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ലഭിച്ചത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആവും. അപ്പോൾ പുതിയതിൻ്റെ മെമ്മോ, തേർഡ് റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നതിൻ്റെ മെമ്മോയും ഡേറ്റ കാർഡും പ്രിൻ്റ് ഔട്ട് എടുത്ത് നാം ക്യാമ്പസിൽ പോയി ജോയിൻ ചെയ്യണം. അപ്പോൾ പുതിയതായിട്ടൊരു ക്യാമ്പസ് ലഭിച്ചവരും
ഈ ചേഞ്ച് ലഭിച്ചവരും ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ലഭിച്ചതിന് ശേഷം ചേഞ്ച് ലഭിച്ചവരും കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 28 ആണ്. ഇനി ഈ സെയിം ടൈമിൽ തന്നെ നമുക്കറിയാം, ഈ സമയത്ത് തന്നെ MBBSൻ്റെയും BDSൻ്റെയും തേർഡ് റൗണ്ട് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുന്ന സമയമാണ്. ആ സമയത്ത് അതിലേക്ക് മാറേണ്ടവർക്ക് ഇവിടെ ഏതെങ്കിലും കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മാറാം. ഇനി ഞാൻ ഇതിന് പഠിക്കാനേ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് അലൈഡ് കോഴ്സിൽ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഒരു കോഴ്സ് ലഭിച്ചു, ഞാൻ ഇനി പഠിക്കാനേ ആഗ്രഹിക്കുന്നില്ലാത്തവർക്ക് അവിടുന്ന് TC മേടിച്ച് ക്വിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 22 ആണ്. അപ്പോൾ 22-ാം തീയതിക്ക് മുമ്പായി ഇതുവരെ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഒരു കോഴ്സ് ലഭിച്ചു, ഞാൻ ഇനി മുന്നോട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തുള്ളവർക്ക് TC മേടിക്കാനുള്ള സൗകര്യം ഒക്ടോബർ 22 വരെയാണ്. ഇനി അങ്ങനെ TC മേടിച്ച് ഒരു കോഴ്സ് പഠിക്കുന്നില്ല, എൻട്രൻസ് കമ്മീഷൻ അലോട്ട് ചെയ്ത ഒരു കോഴ്സ് പഠിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ സ്റ്റേ വേക്കൻസി പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കത്തില്ല. അവരുടെ എല്ലാ പ്രോസസ്സിങ്ങും അവിടെ കൊണ്ട് കട്ടാവും. ഇനി ഇങ്ങനെ 28-ന് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അലൈഡ് കോഴ്സുകളുടെ തേർഡ് റൗണ്ടിൽ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞാൽ 28 കഴിയുമ്പോൾ പിന്നെ അലൈഡ് കോഴ്സുകളുടെ സ്റ്റേ വേക്കൻസിയാണ്. അപ്പോൾ 28-ന് ശേഷം സ്റ്റേ വേക്കൻസിയുടെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുവരെയുള്ള അലൈഡ് കോഴ്സുകളിൽ ഏതൊക്കെ സീറ്റോ കോളേജാണ് ഇനി റിമൈനിങ് ആയിട്ട് കോഴ്സുകൾക്ക് സീറ്റ് ഉള്ളത് എന്നുള്ളത് 28-ന് ശേഷം എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ ആ സീറ്റ് മെട്രിക്സ് പബ്ലിഷ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റേ വേക്കൻസി പങ്കെടുക്കാൻ സാധിക്കുക. അപ്പോൾ 28-ന് ശേഷം ഏതൊക്കെ ക്യാമ്പസിലോ കോഴ്സിനോ ആണ് ഒഴിവുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതുവരെ അലോട്ട്മെൻറ്റിൽ കോഴ്സ് ഒന്നും ലഭിക്കാതിരിക്കുന്നവർക്ക് സ്റ്റേ വേക്കൻസിയിൽ ചോയ്സ് ഫില്ല് ചെയ്തുകൊണ്ട് പങ്കെടുക്കാം. ഇനി ഇതേ സെയിം ടൈമിൽ തന്നെ നമ്മൾ കണ്ടു MBBSൻ്റെയും BDSൻ്റെയും സ്റ്റേ വേക്കൻസി എന്ന് പറയുന്നത് ഒക്ടോബർ 25-ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ സ്റ്റേ വേക്കൻസിയിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് ലഭിക്കാൻ അർഹതയുണ്ടെങ്കിൽ അതിലാദ്യം നാം പങ്കെടുത്ത് അതിലൂടെ കിട്ടാൻ ഒരു അവസരമുണ്ടെങ്കിൽ അതിലൂടെ നാം കോളേജിലേക്ക് ജോയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ ഈ അലൈഡ് കോഴ്സിൻ്റെ 28-ന് ശേഷമുള്ള സ്റ്റേ വേക്കൻസി പങ്കെടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കൃത്യമായ ഡേറ്റുകൾ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് MBBSൻ്റെയും BDSൻ്റെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ഈ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ആവട്ടെ, ഏതെങ്കിലും ഒന്നിലൂടെ നിങ്ങൾക്ക് 2024-ലെ നീറ്റിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട്, റാങ്കിനെ ബേസ് ചെയ്തിട്ട് ഒരു മികച്ച ക്യാമ്പസിലേക്ക് ഒരു കോഴ്സ് പഠിക്കാൻ അഡ്മിഷൻ നേടാൻ സാധിക്കട്ടെ. ഇതിലമുഖം തന്നെ അഡ്മിഷൻ നേടി MBBSനും BDSനും ഒക്കെ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അലൈഡ് കോഴ്സുകളുടെയും ക്ലാസ്സുകളെല്ലാം തന്നെ ഈ ഒക്ടോബർ ലാസ്റ്റ് നവംബർ ആദ്യത്തോടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ആ സ്കോർ ചെയ്ത മാർക്കിനെ ബേസ് ചെയ്തിട്ട് അലൈഡ് കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ സെക്ടറിലെ കോഴ്സുകളിലേക്ക് ഒരു അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഈ വർഷത്തെ ഈ സ്റ്റേ വേക്കൻസിക്ക് മുമ്പായി അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും നല്ല നല്ല സീറ്റുകൾ കിട്ടാൻ സാധിക്കട്ടെ എന്ന് ഇതിനോടൊപ്പം ആശംസിക്കുകയും ചെയ്യുന്നു. ഇനി ഈ അലോട്ട്മെൻറ്റുകൾ തീരുന്ന സമയത്തും എനിക്കൊരു നല്ല ക്യാമ്പസോ കോഴ്സോ ലഭിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ആഗ്രഹിച്ച കോഴ്സ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിരാശപ്പെടാതെ 2025-ലെ എക്സാമിനേഷൻ നമ്മുടേതാക്കി മാറ്റാൻ തീരുമാനമെടുത്തുകൊണ്ട് പഠിക്കുക. അങ്ങനെ തീരുമാനമെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആൽഫയുടെ റിപ്പീറ്റർ ബാച്ചിലേക്കോ ലോങ് ടൈം കോച്ചിങ്ങിലേക്കോ എക്സ്റ്റൻഡഡ് ക്രാഷ് കോഴ്സിലേക്കോ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പാർട്ടായോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം. അടുത്ത വർഷം നിങ്ങളുടേതാക്കി മാറ്റാം. കാര്യം അത്ര നല്ല റിസൾട്ടോടുകൂടിയാണ് 2024-ഉം ആൽഫയിലെ വിദ്യാർത്ഥികൾ കടന്നുപോയത്. ഏറ്റവും നല്ല വിജയമാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത് ഒരു പേഴ്സണൽ അറ്റൻഷനിലൂടെ. അതിൻ്റെ പാർട്ടായി പഠിക്കാൻ, ആൽഫയുടെ വിവിധ പ്രോഗ്രാമുകൾ മനസ്സിലാക്കാനും ആൽഫയിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യമായി നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. എല്ലാവർക്കും ഏറ്റവും നല്ല വിജയം എൻട്രൻസ് പരീക്ഷയിലൂടെ, പഠനത്തിലൂടെ, ഈ സിസ്റ്റമാറ്റിക്കായ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ. എല്ലാ അവസരത്തിലും നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്.